ശ്രീ ആർ വി ബാബു, നമുക്കറിയാം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണ കവർച്ചയുടെ അന്വേഷണത്തിൻ്റെ ഗതി പോകുന്നതൊക്കെ. അതോടൊപ്പം തന്നെ പിന്നീട് കൊടിമരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ തോതിലുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്നു. അതിൻ്റെ അന്വേഷണം ഏതാണ്ട് പ്രാഥമിക ഘട്ടത്തിലാണ്. അതിന് പിന്നാലെ ഈ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം, അതുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടുകൾ നടന്നുവെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ തെളിഞ്ഞിരിക്കുകയാണ്. അന്ന് തന്നെ ഹൈന്ദവ സംഘടനകൾ ഇതൊരു അനാവശ്യമായ സംഗമമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക തട്ടിപ്പ് കൂടി നടന്നു എന്ന കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. ശ്രീ ആർ വി ബാബു, ഈ പറയുന്ന ദിവസം നടന്നത് ആഗോള അയ്യപ്പ സംഗമമല്ല, ആഗോള തട്ടിപ്പ് സംഗമമാണ്. ആഗോള തട്ടിപ്പ് സംഗമമാണ് പമ്പയിൽ നടന്നത് എന്ന് അക്കാലം മുതൽ തന്നെ ഹൈന്ദവ സംഘടനകൾ പറയുന്നുണ്ട്. അതിന്റെ വസ്തുതകൾ കൃത്യമായിട്ട് ഹൈന്ദവ നേതാക്കന്മാര് അക്കാലം തന്നെ ആ സമയത്ത് തന്നെ പൊതുസമൂഹത്തോട് ബോധ്യപ്പെടുത്തിയതാണ്. അതിനെ അക്ഷരം പൊക്കി ശരിവയ്ക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പൊ പുറത്തു വരുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന് ദേവസ്വം ബോർഡിന്റെ 10 പൈസ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കേരള ഹൈക്കോടതിയുടെ ഡയറക്ഷൻ നിലനിൽക്കുമ്പോൾ അന്ന് അവർ പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ പൈസ എടുക്കില്ല, ദേവസ്വം ബോർഡ് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുന്നതാണ്. തന്നെ ആകെ ചെലവായ 7 കോടി റുപ്യോളം ചെലവായതിൽ വെറും 4 കോടിയിൽ താഴെ റുപ്യയാണ്, 3 കോടിയോളം രൂപയാണ് സ്പോൺസർഷിപ്പായിട്ട് കിട്ടിയതെന്ന് മനസ്സിലാവുന്നത്. അതും സ്പോൺസർഷിപ്പിൽ നൽകിയിരിക്കുന്നത് ആരാ? കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ബാങ്കാണ്. അതായത് പൊതുജനങ്ങളുടെ പൈസ എടുത്തിട്ട് ഈ തട്ടിപ്പ് സംഘം നടത്താൻ ഉപയോഗിച്ചു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. മറ്റൊന്ന് ധനലക്ഷ്മി ബാങ്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ 2 പേരല്ലാതെ മറ്റൊരു സ്പോൺസർഷിപ്പ് കിട്ടിയില്ല. അപ്പൊ ബാക്കി ചെലവായ തുക എങ്ങനെയാണ്? ബാക്കി ചെലവായ തുക, ഈ മൊത്തം ചെലവായ തുക തന്നെ ഇത്രയും കോടി രൂപ എങ്ങനെയാണ് വരുന്നതെന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. അതായത് ഒരുപാട് പൈസ ഈ തെറ്റായിട്ട് രേഖപ്പെടുത്തുകയും തെറ്റായിട്ടുള്ള വൗച്ചർ ഉണ്ടാക്കുകയും ചെയ്തതായിട്ടൊക്കെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ ഉപയോഗിച്ച കിടക്കുകൾ കാണാനില്ല എന്ന് പറയുന്നു. അവിടെ ഉപയോഗിച്ച ഭക്ഷണത്തിന്റെ കഴിച്ച ആൾക്കാരുടെ എണ്ണത്തെ സംബന്ധിച്ചും ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഈ സമ്മേളനം നടക്കാത്ത ദിവസം 3000 പേര് ഭക്ഷണം കഴിച്ചു എന്നുള്ള ആരോപണമൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള തട്ടിപ്പ്, ആഗോള തട്ടിപ്പ് സംഗമമാണ് യഥാർത്ഥത്തിൽ CPM-ന്റെ നേതൃത്വത്തിൽ CPM-ന്റെ ഭരണസമിതി, പ്രശാന്തന്റെ ഭരണസമിതി പമ്പയിൽ നടത്തിയത് എന്നാണ് വ്യക്തമായത്. ഈ വിദേശത്തു നിന്നുള്ള അയ്യപ്പന്മാരെയൊക്കെ അവരെ തെറ്റിദ്ധരിപ്പിച്ച് ക്ഷണിച്ചു വരുത്തി ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്താൻ, ഈ അയ്യപ്പന്മാരെ തട്ടിച്ച് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് യഥാർത്ഥത്തിൽ പമ്പയിൽ നടന്നത്. അതിപ്പോ വ്യക്തമായിരിക്കുന്നു. CPM എല്ലാ കാലത്തും ഹൈന്ദവ വിശ്വാസികളെ വഞ്ചിക്കുന്ന, തട്ടിക്കുന്ന ഒരു സമീപനമാണ് എടുത്തിട്ടുള്ളത്. അത് ശബരിമലയുടെ കാര്യത്തിൽ അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ വസ്തുതകൾ പുറത്തു വരുമ്പോൾ നമുക്ക് വ്യക്തമാവുന്നത്. ഓക്കെ, വളരെ നന്ദി ശ്രീ ആർ വി ബാബു ഈ വിഷയത്തോട് പ്രതികരിച്ചതിന്.